രണ്ട് തുമ്പികൾ കല്ലെടുക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഇപ്പൊ കാണാൻ പോകുന്നത്. നാൻസിക്കും നമ്മുടെ എംബ്രോയിഡറി ചെയ്യുന്ന ചേച്ചിക്കും ഇതൊരു ടാസ്ക് തന്നെയായിരുന്നു. ഈ ബ്ലൗസ് നമ്മുടെ ഫ്രണ്ട് അനുപമയുടെ കല്യാണ ബ്ലൗസ് ആട്ടോ. സ്ലീവിൽ വരുന്നത് നെറ്റാണ്. അതിൽ നല്ലൊരു ഹെവി എംബ്രോയിഡറി ഉണ്ട്. വരയ്ക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ നെറ്റിൽ. തെന്നി വരയ്ക്കുന്നതല്ല വരുന്നത്. പിന്നെ ഒരു കൈ സ്ലീവ് സെറ്റാക്കി എടുത്ത് പിന്നെ മറ്റേത് അതേപോലെ തന്നെ ചെയ്താൽ മതിയായിരുന്നു. അടി വെച്ച് കൊടുത്തൊക്കെ വരച്ചൊക്കെ എടുത്ത് ഫ്രെയിമിലിട്ട്. അപ്പൊ നമ്മുടെ ചേച്ചി നെറ്റിൽ ചെയ്യുന്നതുകൊണ്ട് നല്ല പാടായിരുന്നു കേട്ടോ. നല്ല സമയമെടുത്ത് ചെയ്തതാണ്. എന്താണ് ഇതിന്റെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് അറിയാനുള്ള ഭയങ്കര ആകാംക്ഷയിലായിരുന്നു ഞങ്ങൾ. ഓരോ തവണയും രാത്രിയിലേക്ക് ആയിരിക്കും ഡിസൈൻ കാണാൻ വേണ്ടി പോകുന്നത്. ഇതിപ്പോ രണ്ട് സ്ലീവ് സെറ്റാക്കിയിട്ട് ചേച്ചി വിളിച്ചതാണ്. നെക്കിലും ഒരു ഡിസൈനും കൂടി വരയ്ക്കാനുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോ ആദ്യമേ സോഫ്റ്റ് നെറ്റിൽ എംബ്രോയിഡറി ചെയ്തിട്ട് കീറി പോകുന്നു. പിന്നെ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ സിന്തറ്റിക് നെറ്റ് ഇടയിലോട്ട് കയറ്റി അങ്ങനെ ചെയ്തിട്ട് പിന്നെ ഒരു ലെയറും നെറ്റും കൂടി ഇട്ടിട്ടാണ് സ്ലീവ് റെഡിയാക്കി എടുത്തേക്കുന്നത്. അങ്ങനെ ആള് ഇതെല്ലാം കൊണ്ടുവന്നു, മെറ്റീരിയൽ വർക്ക് ചെയ്തതെല്ലാം കൊണ്ടുവന്നു. പിന്നെ വെട്ടലായി മുറിക്കലായി ഹാങ്ങിങ്സ് ഒക്കെ തൂക്കി നമ്മുടെ ബ്ലൗസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 3 ബ്ലൗസിന്റെ റെഫറൻസ് അയച്ചു തന്നിട്ട് 3ഉം കൂടി ഒരു ബ്ലൗസിൽ. അതായിരുന്നു അനുപമയുടെ ആവശ്യം. സത്യം പറഞ്ഞാൽ കോപ്പി അടിച്ച് ചെയ്താൽ മതി. എന്നാലും ഉണ്ടല്ലോ നമ്മളിത് എങ്ങനെ നമ്മൾ പ്രാവർത്തികമാക്കണോന്നുള്ളത് ഒരു ഭയങ്കര ഒരു തലവേദന തന്നെയായിരുന്നു. ഇതൊക്കെ നല്ലതാകുമോന്നാകാം. പിന്നെ ഈ നെറ്റ് സ്ലീവ് നെറ്റ് വരുന്നത് ഭയങ്കര ഒരു ഇതായിരുന്നു കേട്ടോ. എങ്ങനെ വരുമെന്നൊന്നും അറിയാത്തത്, തൂങ്ങിപ്പോവോ, അങ്ങനെ ഭയങ്കര ഒരുപാട് ടെൻഷനുകൾ ഉണ്ടായിരുന്നു. അവസാനം നല്ല ഭംഗിയിൽ തന്നെ ബ്ലൗസ് കിട്ടിയിട്ടുണ്ട്. ഇട്ടപ്പോൾ നല്ല പക്ക ഫിറ്റുമായിരുന്നു. ബ്രൈഡ് ഇട്ടിട്ടുള്ള വീഡിയോ അടുത്ത ഷോർട്സിൽ കാണിച്ചു തരാം കേട്ടോ.